നമ്മളെ വളക്കൂട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചെറിയൊരു പരീക്ഷണം ഒറ്റ പ്രാവശ്യം ഇളക്കിയിട്ടുള്ളൂ. അതിലെന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോഴാണ് ഞങ്ങൾ നോക്കാൻ പോവുകയാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. വളക്കൂട്ട് നമ്മൾ ഒറ്റ പ്രാവശ്യം ഇളക്കിയിട്ടുള്ളൂ. സാധാരണ നമ്മളൊരു 3-4 പ്രാവശ്യം അതിൻ്റെ ഇടയ്ക്ക് 10 ദിവസം കൂടുമ്പോൾ ഇളക്കുന്നതാണ്. ഇളക്കാതെ വെച്ച് എന്ത് സംഭവിക്കും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളം എങ്ങനെ വരും, എങ്ങനെ ആകും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇത്രയും ഇരകളാണ്, ഫുള്ള് ഇരകളാണ്. ഇത് കണ്ടോ, ഇരേൻ്റെ ഒരു ഭയങ്കര ഇതെല്ലാം തുറന്നപ്പോൾ ഇതാണ്ടോ ഇര. അതാ ഭയങ്കരമായ ഇര. ഇത് നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഇരകൾ നമുക്ക് കുരുമുളകിന് പിന്നെ കേടുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണിൽ നിന്ന് പൊങ്ങി താണിരിക്കും ഈ ചളിയുള്ള ഇതിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഓട്ടമായിരിക്കും. ഇതുണ്ട്, ഇതൊന്ന് ശരിക്കും കാണിച്ചു കൊടുക്കും. ഈ ഓട്ടമാകുന്നു, ഈ ഓട്ട ആയതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ അതേപോലെ ഓട്ടാക്കും. അങ്ങോട്ടും ഇങ്ങോട്ട് കയറി വരുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ഇതിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഇതിൻ്റെ വേരിന് ചീച്ചിൽ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഉണക്കി ഒന്ന് വലിഞ്ഞ് ഇതിൻ്റെ അടിയിൽ വല്ല വെള്ളം പോലെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒരു 10 ഇരട്ടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ളത് നമ്മൾ എടുത്തിട്ട് ഒന്ന് ഉണക്കിയിട്ട് റെഡിയാക്കിയിട്ട് വേണം കൊടുക്കാൻ. ഇരകൾ ചത്തുപോകും, ശരി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ കൊണ്ടിടുമ്പോൾ നമുക്ക് കുറച്ച് മതി സംഭവം. പക്ഷേ ഇര നമുക്ക് പ്രശ്നമാണ്. ഇപ്പോൾ ഈ മഴക്കാലം വരുമ്പോൾ അങ്ങോട്ട് മുകളിലോട്ടും താഴോട്ടായിട്ട് അവരെ എടുക്കാൻ വേണ്ടി മുകളിലോട്ടും താഴോട്ട് ഇറങ്ങുമ്പോൾ അതിൽ കൂടെ വെള്ളം ഇറങ്ങി ചീച്ചിൽ വരാൻ സാധ്യത കൂടുതലാണ്. കുരുമുളകിന് നമ്മൾ നേരിട്ട് കൊടുക്കാൻ പാടില്ല. അതാണ് ഇത് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. കൂടുതൽ വളം വേണ്ട കുരുമുളകിന്, കുറച്ച് മതി.